ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തെറ്റിക് ലൈഫ്സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് CPAS 2026 BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസിൻ്റെ കറക്ഷൻ ടൈം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രോസസ്സിംഗ് എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞു തരാം. അപേക്ഷ സമർപ്പിച്ചവർക്ക് അവരുടെ അപേക്ഷയിൽ തെറ്റുകൾ തിരുത്തുന്നതിനായി കറക്ഷൻ സമയം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനായി അപേക്ഷകർ തങ്ങളുടെ ഇമെയിൽ ID പരിശോധിക്കണം. മെയിലിൽ ലഭിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ തിരുത്തലുകൾ വരുത്തുകയും വേണം. വ്യക്തിഗത വിവരങ്ങൾ, അക്കാദമിക് വിവരങ്ങൾ, മാർക്ക്, റിസർവേഷൻ വിവരങ്ങൾ, സർട്ടിഫിക്കറ്റുകൾ എന്നിവ കൃത്യമാണോ എന്ന് ലോഗിൻ ചെയ്ത് പരിശോധിക്കേണ്ടതാണ്. തെറ്റുകളുണ്ടെങ്കിൽ റിവ്യൂ ആൻഡ് എഡിറ്റ് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ വഴി അവ തിരുത്താം. കീം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് അവരുടെ പ്രൊഫൈലിൽ അപ്ഡേറ്റ് കീം ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ വഴി വിവരങ്ങൾ ചേർക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ ഓൺലൈനായി ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. കോഴ്സുകൾക്ക് അനുസരിച്ചുള്ള ട്യൂഷൻ ഫീ, സ്പെഷ്യൽ ഫീ, കോഷൻ ഡിപ്പോസിറ്റ് 10,000 rupees എന്നിവയും അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഈ വിവരങ്ങളെല്ലാം തന്നെ വെബ്സൈറ്റിൽ നൽകിയിട്ടുമുണ്ട്. കൗൺസിലിംഗ് സമയത്ത് സീറ്റ് ലഭിക്കുന്നവർ ഫസ്റ്റ് സെമസ്റ്ററിലെ ഫീസ് ഓൺലൈനായി അടയ്ക്കാൻ തയ്യാറായിരിക്കണം. അതുകൊണ്ട് എല്ലാവരും ഫീസ് റെഡിയാക്കി വെക്കുക. ഇതിനുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അപേക്ഷകർക്ക് കിട്ടുന്നത് നിങ്ങളെ ഇമെയിൽ IDയിലേക്കായിരിക്കും. അതുകൊണ്ട് ഇമെയിൽ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. അതുപോലെ ആരുടെയെങ്കിലും മെയിൽ സ്റ്റോറേജ് ഫുള്ളായിട്ട് കിടപ്പുണ്ടോ എന്നുള്ളത് നോക്കുക. സ്റ്റോറേജ് ഫുള്ളാണെങ്കിൽ നിങ്ങൾക്ക് മെയിൽ വരാനുള്ള സാധ്യത കുറയും. അതുപോലെ SMS റീചാർജ് ആണ് നിങ്ങളുടെ ഫോണിൽ എന്നുള്ളതും ഉറപ്പ് വരുത്തുക. ഇമെയിൽ വഴിയും SMS വഴിയുമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നത്. നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് അറിയാൻ പറ്റില്ല. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ CPAS വീഡിയോയിൽ ബാക്കിയുള്ള പ്രോസസ്സിംഗ് ഇൻഫർമേഷൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതറിയുന്നതിനായി ആ വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാൻ. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.